ഹായ് ഫ്രണ്ട്സ്, മൂവി ഹണ്ടിലേക്ക് സ്വാഗതം. രണ്ടാം ലോക മഹായുദ്ധങ്ങൾക്ക് ശേഷം ഒരു 5 വർഷങ്ങൾക്ക് ശേഷം ഉത്തര കൊറിയ ദക്ഷിണ കൊറിയക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു. എന്നാൽ ദക്ഷിണ കൊറിയക്ക് പിന്തുണയുമായിട്ട് തുർക്കി സൈന്യം ഒരു 4500 പേരെ ദക്ഷിണ കൊറിയയിലേക്ക് അയക്കുന്നു. യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി 2017 തിരശ്ശീലയിലെത്തിയ ടർക്കിഷ് സിനിമയാണ് അയല. കൊറിയൻ യുദ്ധത്തിലെ വീരയോദ്ധാവ് സുലൈമാൻ ദിൽബെർലിഗിയുടെ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ഒരു സിനിമയാണിത്. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് 5 വർഷത്തിനു ശേഷം 1950 ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയെ ആക്രമിക്കുന്നു. ദക്ഷിണ കൊറിയക്ക് പിന്തുണയായി തുർക്കി 4500 സൈനികരെ അയക്കുന്നു. വാഹനങ്ങളുടെ മെക്കാനിക്കായിട്ടാണ് സുലൈമാൻ പോകുന്നത്. യുദ്ധഭൂമിയിലെ കാടിനു മധ്യേ തണുത്തു മരവിച്ച ഒരു കൊച്ചു കുഞ്ഞിനെ സുലൈമാന് കിട്ടും. റേറ്റിംഗ് 8.5 ഔട്ട് ഓഫ് 10 ഉള്ള ഈ സിനിമ ഡയറക്ട് ചെയ്തത് കാൻ ഉൽക്കെ എന്ന സംവിധായകനാണ്. തീവ്രമായ അച്ഛൻ മകൾ ബന്ധം അവിടെ നിന്നും ആരംഭിക്കുന്നു. യുദ്ധഭീതി കൊണ്ട് സംസാരം നിലച്ചുപോയ കുഞ്ഞിനെ സുലൈമാനും കൂട്ടരും ചേർന്ന് അയല എന്ന് നാമധേയം ചെയ്യുന്നു. തീവ്ര സ്നേഹബന്ധത്തിനെയും വൈകാരിക നിമിഷങ്ങളെയും അത്രമേൽ ഹൃദയഹാരിയായി അവതരിപ്പിക്കുന്നതിൽ അഭിനേതാക്കളുടെയും പശ്ചാത്തല സംഗീതത്തിന്റെയും പങ്ക് വളരെ വലുതാണ്. സുലൈമാനായി ടർക്കിഷ് നടൻ ഇസ്മായിലും അയലയായി കിം സിയോളും അരങ്ങുവാഴുന്നു. ഹൃദയം കൊണ്ട് കാണേണ്ട ഒരു സിനിമ തന്നെയാണിത്. മനസ്സ് നിറക്കുന്ന മനോഹരമായ സൃഷ്ടി. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഡാംല സോൺമസ്, അലി അറ്റായ്, ഇസ്മായിൽ ഹസിയോഗ്ലു, കിം സിയോൾ എന്നിവരാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിച്ച ഈ സിനിമയും സിനിമാ വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾ അറിയുവാനായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.